ഹായ് എവരി വൺ. ഇന്ന് ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് വന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇങ്ങനെ ബോറിങ്, ഭയങ്കര ഒരു മടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു 4-5 ദിവസം ഇങ്ങനെ പുറത്തൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് രാത്രി തിരിച്ച് റൂമിലേക്ക്, അതായത് ഓഫീസിൽ നിന്ന് വൈകുന്നേരം തിരിച്ച് റൂമിലേക്ക് വന്നാലും ഞാൻ പുറത്ത് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. കാരണം എനിക്ക് കുറച്ച് തടിയും കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഡയറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നടന്നാൽ എന്ത് ചെയ്യും, കുറച്ച് തടിയും കുറയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഏകദേശം ഒരു 8 മണിയായി. പുറത്ത് നല്ല ചൂടും ഉണ്ട്, ഇന്ന് നല്ല ഹ്യൂമിഡിറ്റിയും ഉണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും പുറത്തേക്ക് പോവാം. ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എവിടത്തേക്ക് പോകണം എന്നൊരു പ്ലാനൊന്നുമില്ല. ഞാൻ നോർമലി എന്താ വെച്ചാൽ എൻ്റെ റൂമിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, ഞാൻ അവിടെ പോയിട്ടാണ് നടക്കാറ്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അതൊരു ചെറിയൊരു പാർക്കായതുകൊണ്ട് തന്നെ ചിലപ്പം 10 റൗണ്ട് അല്ലെങ്കിൽ 8 റൗണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അപ്പം കണ്ട സ്ഥലം തന്നെ എന്നെ കാണുമ്പോൾ മടുക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം എന്ത് വെച്ചാൽ എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കും. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറായല്ലോ. അങ്ങനെ ഞാൻ ടോട്ടൽ ഒരു മണിക്കൂർ ഇങ്ങനെ നടക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ദിവസം ഒരു വീഡിയോ വെച്ച് കിട്ടണം. അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 അല്ലെങ്കിൽ ഒരു 100 വീഡിയോ ഒക്കെ ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഇടുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെയും അതിൻ്റെ മുന്നേ എല്ലാം ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു വീഡിയോസ് എന്തായാലും ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പുറത്തൊക്കെ നടക്കാൻ പോകുന്നില്ലേ, ഒരു വീഡിയോ എടുത്തിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് ഏതൊരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശമാണ്. വേഗം തുടങ്ങിയൊക്കെ ചെയ്യും, വേഗം മോട്ടിവേഷനൊക്കെ കിട്ടും. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 വീഡിയോ ഒക്കെ ഇട്ടു. പക്ഷെ ഇന്ന് ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കെന്നെ മടി പിടിച്ചിട്ട് എന്താ പറയുക, എന്നെക്കൊണ്ട് ആവുന്നില്ല. ഞാൻ കുറേ ടേക്കൊക്കെ എടുത്ത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഞാൻ വൈകുന്നേരം ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉച്ചക്കത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ആ സമയത്ത് എന്ത് വിചാരിച്ചു, ഒരു വീഡിയോ എന്തായാലും വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നേ, ആ ഒരു സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കുറേ ടേക്കൊക്കെ എടുത്ത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ അവസാനിക്കണം എന്ന് അറിയുന്നില്ല. അതിന് ഞാൻ തിരിച്ച് റൂമിൽ വന്ന് ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റൂമിലേക്ക് എത്തിയല്ലേ, റൂമിൽ നിന്നൊരു വീഡിയോ എടുക്കുക, എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പം പുറത്തിറങ്ങി. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ വിജയം നമുക്ക് കിട്ടും. നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടും. ഞാൻ പറയാൻ കാരണം, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള കാരണങ്ങൾ എന്താണ്. കാരണം ഞാനിപ്പോൾ UAE ഏകദേശം ഒരു 5 വർഷം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു മാറ്റം വേണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റൊട്ടീൻ എപ്പോഴും സെയിം തന്നെയാണ്. രാവിലെ 9 മണിക്ക് പണിക്ക് പോകുന്നു, വൈകുന്നേരം 6 മണിയാകുമ്പം തിരിച്ച് റൂമിലേക്ക് പോകുന്നു, എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു, കടന്നുറങ്ങുന്നു. ഈ സെയിം റൊട്ടീൻ തന്നെ എപ്പോഴും. എന്തെങ്കിലും ഒരു മാറ്റം വേണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് പണിയെടുത്ത് മടുത്ത്. അപ്പം ഒരു ചേഞ്ച് വേണം, എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം. എനിക്ക് ഒന്നാമത് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കുറേ യാത്ര ചെയ്യണം, പുതിയ ആൾക്കാരെ കാണണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് ശരിക്കും എനിക്ക് മടുത്ത്. അപ്പം ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയത്. എനിക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ടാണ് മെല്ലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട്
ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാവും. മോട്ടിവേഷൻ ചിലപ്പോൾ നമ്മൾ കുറേ ബുക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് ചിലപ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടും. പക്ഷെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. മോട്ടിവേഷൻ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവും. നമ്മൾ നോർമൽ എന്താ വെച്ചാൽ കുറച്ച് മോട്ടിവേഷനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു വലിയ കാര്യമൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ചെയ്യാൻ നോക്കും. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മടി പിടിച്ച് അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടാത്തപ്പോൾ ഒരു ബോറടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം അവിടെ നിർത്തിയിട്ട് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകും. പക്ഷെ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, അപ്പോൾ മോട്ടിവേഷൻ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അപ്പോൾ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മളെ തന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരാളാണ്. എന്നോട് ഇപ്പോൾ ആരെങ്കിലും സുഖമാണോ വെച്ചാൽ ഞാൻ സുഖമാണെന്ന് പറയും. അതിൻ്റെ അപ്പുറം കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല, എന്ത് പറയണമെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു സ്കിൽ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. എന്തായാലും ഇന്നലെ നല്ല ചൂട് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വലിയ രീതിയിൽ ചൂടുണ്ട്, പക്ഷെ വലിയ രീതിയിൽ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ലെറ്റ്സ് സീ. ഞാൻ എപ്പോഴും വിചാരിക്കും ജോബ് റിസൈൻ ചെയ്താലോ അല്ലെങ്കിൽ മതിയാക്കി നാട്ടിൽ പോയാലോ. പക്ഷെ പെട്ടെന്നൊരു ഡിസിഷൻ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും പോലെ എനിക്കും കുറേ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ കുറേ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എന്തായാലും ജീവിതമാകുമ്പം എന്തെങ്കിലും പണി എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. അപ്പം എനിക്ക് ആ ഇഷ്ടപ്പെട്ടതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. കാരണം ഞാൻ ടോട്ടലി ഫുള്ള് ബ്ലാങ്ക് ആയിട്ടില്ലേ, എൻ്റെ മൈൻഡൊക്കെ എന്താ പറയുക, ഫുള്ള് ബ്ലാങ്ക് ആണ്. എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആവുമായിരിക്കും. അങ്ങനെ പുറത്തൊക്കെ നടന്നു ഒരു 9:30 ആകുമ്പോൾ റൂമിലെത്തി. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.